1.5 പതിറ്റാണ്ടായി നിർമ്മാണം നിലച്ചുകിടക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന് ശാപമോക്ഷമാകുന്നു. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് അനക്സ് മന്ദിരം തുറന്നുകൊടുക്കാനുള്ള ഒരുക്കത്തിൽ ദേവസ്വം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചിട്ടു. മഴക്കാല ശുചീകരണം പാളി. വെള്ളപ്പൊക്ക ഭീതിയിൽ ചേർപ്പ് നിവാസികൾ. കയ്പമംഗലത്ത് 2 വീടുകൾ തകർന്നു. പറപ്പൂക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 44 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവം. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസും BJPയും. വാർത്തകൾ വിശദമായി. 1.5 പതിറ്റാണ്ടായി നിർമ്മാണം നിലച്ചുകിടക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന് ശാപമോക്ഷമാകുന്നു. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം. ഗുരുവായൂരപ്പ ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസ സൗകര്യം ലഭ്യമാക്കാനാണ് തെക്കേനടയിൽ പാഞ്ചജന്യം റെസ്റ്റ് ഹൌസ് വിപുലീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 15 വർഷത്തിലധികമായി നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയായിരുന്നു. മാറി മാറി വരുന്ന ഭരണസമിതികൾ നിർമ്മാണം പുനരാരംഭിക്കാൻ പല പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും എങ്ങുമെത്തിയില്ല. ഒടുവിൽ ഡോക്ടർ VK വിജയൻ ചെയർമാനായുള്ള ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. അനക്സ് മന്ദിരവളപ്പിൽ ചേർന്ന ലളിതമായ ചടങ്ങിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 കിടക്കകളോടുകൂടിയ 52 മുറികൾ, 20 പേരെ ഉൾക്കൊള്ളുന്ന ഡോർമിറ്ററി എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളാണ് പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിലുള്ളത്. 5.53 കോടിയാണ് പ്രതീക്ഷിക്കുന്ന നിർമ്മാണ ചിലവ്. കോഴിക്കോട് ആസ്ഥാനമായ മൂപ്പൻസ് ആസ്ടെക് കമ്പനിക്കാണ് നിർമ്മാണ കരാർ. ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാകും നിർമ്മാണം. TCV ഗുരുവായൂർ. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. തേവാലി അരവിന്ദാക്ഷന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. 50ഓളം വാഴകളും തെങ്ങുകളും കവുങ്ങുകളും കുത്തിമറിച്ചിട്ടു. ചെറുകിട കാർഷിക വിളകളും ആനക്കൂട്ടം നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നത് ആദ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കൃഷി ഓഫീസറും വനപാലകരും പഞ്ചായത്ത് അധികൃതരും സ്ഥലം സന്ദർശിച്ചു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നില്ല. കാലവർഷമെത്തുമ്പോൾ വെള്ളപ്പൊക്ക ഭീതിയിൽ ചേർപ്പ് നിവാസികൾ. ചേർപ്പ് പഞ്ചായത്തിലെ പെരുമ്പുള്ളിശ്ശേരി മുതൽ തായംകുളങ്ങര വരെയുള്ള PWD റോഡിലെ ചാലുകൾ വൃത്തിയാക്കാത്തത് മൂലം മഴ പെയ്തതോടെ കനത്ത വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി PWD ചാലുകൾ മുൻകാലങ്ങളിൽ വൃത്തിയാക്കാറുണ്ട്. ഈ വർഷത്തെ മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ അധികാരികൾ കാണിച്ചിട്ടില്ല. ഇതാണ് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനുള്ള കാരണമെന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ EV ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഈ കാണുന്ന പ്രദേശം ചേർപ്പ് പഞ്ചായത്തിലെ PWD റോഡുകളാണുള്ള അവസ്ഥയാണ് കാണുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം 18, 19 തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞിട്ട് PWD റോഡ് അവർക്ക് ഇപ്പോഴും ഉത്തരവ് കിട്ടാത്തൊരു രീതിയിലാണ് അവരുടെ പെരുമാറ്റം കാണുന്നത്. കാരണം ഇത്ര അധികം ചാലുകൾ മോശമായി കിടന്നിട്ടുള്ളൊരു കാലഘട്ടം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സമയാസമയങ്ങളിൽ അവരെ വിളിച്ചുണർത്തി അവരോട് കാര്യങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ടൊരു നല്ല രീതിയിലുള്ള പ്രവർത്തനം PWD ഓഫീസ് അത് ചെയ്യണം എന്നുള്ള പ്രത്യേക ആവശ്യമാണ് ഞങ്ങളോട് പറയുന്നത്. മഴ കനത്താൽ റോഡേത് ചാലേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇനിയും PWD ചാലുകൾ വൃത്തിയാക്കിയില്ലെങ്കിൽ പ്രദേശവാസികൾ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് പ്രദേശവാസിയായ MM സുരേഷ് പറഞ്ഞു. മഴ പെയ്ത ഫുള്ളായിട്ട് റോഡ് നിറഞ്ഞ് കംപ്ലീറ്റ് വെള്ള റോഡിലാണ് പോകുന്നത്. ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിറച്ച് കുളം പോലെയാണ്. അതുകൂടെയാണ് ധാരാളം വണ്ടികളും കുട്ടികളും സ്കൂൾ തൊട്ടടുത്താണ്. അന്ന് പുതിയ MLA ഫണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഒരു സ്കീമിലാണ് റൈറ്റ് സൈഡിൽ ചാലുണ്ടാക്കി, ലെഫ്റ്റ് സൈഡ് ചാലില്ല. അപ്പോൾ ആ വെള്ളം റോഡ് കൂടെ വരുന്നത്. കാലവർഷം ശക്തി പ്രാപിക്കും മുൻപ് ചാലുകൾ വൃത്തിയാക്കി ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചേർപ്പ്. പുത്തൂർ വെട്ടുകാട്ടിൽ ശക്തമായ മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. ഇരട്ടേമ്പറമ്പിൽ അജിത്തിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരാണ് ഇടിഞ്ഞു വീണത്. ഹോട്ടൽ ജീവനക്കാരനാണ് അജിത്ത്. ഡെങ്കിപ്പനി ബാധിച്ച് അജിത്ത് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഭാര്യയും 3 പെൺമക്കളുമാണ് ഉള്ളത്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും വീട് ലഭിച്ചിരുന്നില്ല.
പെരിഞ്ഞനത്ത് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. യമുന ഓഡിറ്റോറിയത്തിനു സമീപമാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. തോടുകൾ കവിഞ്ഞൊഴുകിയുള്ള മലിനജലമാണ് കെട്ടിനിൽക്കുന്നത്. വെള്ളക്കെട്ട് മൂലം പ്രദേശത്തെ വീട്ടുകാർ ദുരിതത്തിലാണ്. പുതിയതായി നിർമ്മിച്ച കാനയുടെ അശാസ്ത്രീയത മൂലമാണ് വെള്ളം ഒഴുകിപ്പോകാത്തതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് 2 വീടുകൾ തകർന്നു. തോട്ടുപറമ്പിൽ ജാനകിയുടെ ഓടിറ്റ് വീടിന് മുകളിൽ മരച്ചില്ല് വീണും പെരിഞ്ഞനത്ത് സമിതി ബീച്ചിൽ പട്ടാട്ട് വീട്ടിൽ സുരേഷിന്റെ ഓടിറ്റ് വീടും ഭാഗികമായി തകർന്നു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കുടുംബശ്രീയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കര സെന്ററിൽ യോഗം സംഘടിപ്പിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് 8-9 വാർഡുകളിൽ നിന്നായി എടുക്കാത്ത ലോണിന്റെ പേരിൽ സെൻട്രൽ ബാങ്കിന്റെ കൊടകര ശാഖയിൽ നിന്ന് ജപ്തി നടപടിയുണ്ടായ സാഹചര്യത്തിലാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കുടുംബശ്രീയുടെ മറവിൽ 48 വനിതകളിൽ നിന്നായി പറപ്പൂക്കര പഞ്ചായത്ത് CDS അംഗം ജീതു രതീഷ് തണ്ടാശ്ശേരി 48 ലക്ഷം രൂപ വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തതായാണ് പരാതി. കൊടകര പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് CPM പറപ്പൂക്കര പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇടപെടൽ മൂലമാണെന്നും ഇതിന് കൂട്ടുനിന്ന പറപ്പൂക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത തിലകന്റെ ഒത്താശയോടുകൂടിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സമാനമായ രീതിയിലുള്ള 14 ലക്ഷം രൂപയുടെ തട്ടിപ്പ് മുറ്റത്തെ മുല്ല എന്ന കുടുംബശ്രീ പദ്ധതി പ്രകാരം പറപ്പൂക്കര പഞ്ചായത്തിലെ വാർഡിലും നടന്നിട്ടുണ്ട്. തട്ടിപ്പുകാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച CPM ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ യോഗം ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് വൈലൂർ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, രജത് നാരായണൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രകാശൻ, KV സുഭാഷ്, നന്ദിനി സതീശൻ, ശ്രുതി ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 44 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തല അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF ചെയർമാൻ സോമൻ മുത്രത്തിക്കര, പഞ്ചായത്ത് അംഗങ്ങളായ NM പുഷ്പാകരൻ, KK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം സ്ത്രീകളെ സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ വരുമാനമാർഗം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം രൂപമെടുത്തത്. ഈ കുടുംബശ്രീ പ്രസ്ഥാനം രൂപമെടുക്കുന്ന കാലഘട്ടം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ ലഘൂകരണം തന്നെ. തൃശൂരിൽ KSRTC ബസ്സിൽ പിറന്നുവീണ കുഞ്ഞിന് കേരള വിഷന്റെ സ്നേഹസമ്മാനം. കേരള വിഷൻ നടപ്പിലാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള ബേബി കിറ്റ് ആശുപത്രിയിലെത്തി സമ്മാനിച്ചു. തൃശൂർ അമല ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ COA തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് ബേബി കിറ്റ് സമ്മാനിച്ചു. അമല ആശുപത്രി പ്രതിനിധികളായി ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, ഗൈനക്കോളജി വിഭാഗം തലവൻ ഡോക്ടർ അനോജ് കാട്ടൂക്കാരൻ, PROമാരായ ജോസഫ് വർഗീസ്, ശരത് ചന്ദ്രൻ, നഴ്സുമാരായ അൽഫോൺസ, ദേവിക, സിജി, PRO സ്നേഹ എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ 88 ആശുപത്രികളിലായി 1 ലക്ഷത്തിൽ പരം ജനിക്കുന്ന 1,20,000 പരം ജനിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയോടുകൂടി എപ്പിഡി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ള കേരള വിഷൻ്റെ ആദ്യത്തെ എൻ്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നമുക്ക് സമ്മാനം ലഭിക്കുന്നത്. കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ സുബ്രഹ്മണ്യൻ AG, COA കേച്ചേരി മേഖലാ സെക്രട്ടറി റെജി, COA അംഗങ്ങളായ സുധീർ, ജിസൻ, അഖിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ 88 സർക്കാർ ആശുപത്രികളിലായി പിറന്നുവീഴുന്ന കുട്ടികൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ നൽകുന്ന പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ 1,20,000-ഓളം നവജാത ശിശുക്കൾക്കാണ് കേരള വിഷൻ ബേബി കിറ്റുകൾ സമ്മാനമായി നൽകുന്നത്. ന്യൂസ് ഡെസ്ക് TCV. ലാൻഡേൺസ് മീഡിയയുടെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് TCV ബ്യൂറോ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി അർഹനായി. സാമൂഹിക ജീവകാരുണ്യ വാർത്തകൾക്ക് നൽകുന്ന പ്രാധാന്യമാണ് റഷീദ് എരുമപ്പെട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്.
200-ലധികം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നടത്തിയിരുന്ന പള്ളിപ്പാടം കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെക്കുറിച്ച് വാർത്ത നൽകുകയും തുടർന്ന് മന്ത്രി എം.ബി. രാജേഷ് ഇടപെട്ട് മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ബാങ്കിന്റെ ജപ്തി നടപടിയെ തുടർന്ന് ഓട്ടിസം ബാധിച്ച 2 മക്കളും രോഗിയായ ഭാര്യയെയും കൊണ്ട് വീട് വിട്ടിറങ്ങേണ്ടി വന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന എയ്യാൽ സ്വദേശി മുരളിയെക്കുറിച്ച് വാർത്ത നൽകുകയും തുടർന്ന് എയ്യാൽ ഗ്രാമസഭ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫണ്ട് സ്വരൂപിച്ച് മുരളിയുടെ വീടിന്റെ ആധാരം തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. സമീപകാലത്തെ ഈ 2 വാർത്തകളാണ് അവാർഡിന് പരിഗണിക്കപ്പെട്ടത്. പ്രമുഖ വ്യവസായിയും മനുഷ്യാവകാശ സംഘടനാ പ്രസിഡന്റുമായ ഡോക്ടർ ആഷ്ലിൻ ബെൽമേൽ റഷീദ് എരുമപ്പെട്ടിക്ക് പുരസ്കാരം സമ്മാനിച്ചു. ഭാര്യയും ഭർത്താവും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരണത്തിന് കീഴടങ്ങി. മുതുവറ സ്വദേശി എം ഉണ്ണികൃഷ്ണനും ഭാര്യ കല്യാണിക്കുട്ടിയുമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരിച്ചത്. വിളക്കിൽ നിന്ന് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന എൻ കല്യാണിക്കുട്ടി അത്യാസന്ന നിലയിലാണെന്നറിഞ്ഞ് ഹൃദയാഘാതത്തെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ മരിച്ചത്. ഉണ്ണികൃഷ്ണന്റെ സംസ്കാരം പാറമക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. സിൻഡിക്കേറ്റ് ബാങ്ക് മുൻ ഉദ്യോഗസ്ഥയാണ് കല്യാണിക്കുട്ടി. ഏക സഹോദരി എൻ രാധ. കല്യാണിക്കുട്ടിയുടെ സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് നടക്കും. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കാസർഗോഡ് പീലിക്കോട് ചുരിക നാടൻ കലാ നാട്ടറിവ് പഠനകേന്ദ്രം ഏർപ്പെടുത്തിയ 3ാമത് സംസ്ഥാന ചുരിക പുരസ്കാരത്തിന് പ്രശസ്ത നാടൻ പാട്ട് കലാകാരി ജിനി കൊടകര അർഹയായി. 2 പതിറ്റാണ്ടിലേറെയായി നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ജിനി ഇതിനോടകം 2500ഓളം വേദികളിൽ പാടിയിട്ടുണ്ട്. ശില്പവും പ്രശസ്തിപത്രവും 10,000 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുരുവായൂരിന്റെ വികസന പദ്ധതികൾക്കായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ KG സുകുമാരൻ മാസ്റ്റർ ഓർമ്മയായി. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ KG മാസ്റ്ററുടെ ശക്തമായ കരങ്ങളുണ്ട്. ദശാബ്ദങ്ങളുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് KG ഇത് നേടിയെടുത്തത്. ക്ഷേത്ര വികസനത്തിന് 100 മീറ്റർ ഏറ്റെടുക്കുന്നതിന്റെ ആദ്യഘട്ടമായി 25 മീറ്റർ ഏറ്റെടുത്തതിന് പിന്നിലും സുകുമാരൻ മാസ്റ്ററുടെ പോരാട്ട വീര്യമായിരുന്നു. ഗുരുവായൂർ താനൂർ പാതയ്ക്കായി നിരന്തരമായ ഇടപെടൽ നടത്തിയതും അദ്ദേഹമാണ്. ഗുരുവായൂരിലെ KSRTC ബസ്സുകളുടെ എണ്ണം കൂട്ടുന്നതിനും തീർത്ഥാടക ക്ഷേമത്തിനുമായി മാഷ് വിശ്രമമില്ലാത്ത പോരാട്ടം തന്നെയാണ് നടത്തിയത്. സ്വന്തം പെൻഷൻ തുകയിൽ നിന്ന് 15 ലക്ഷത്തിലധികം രൂപയാണ് മാസ്റ്റർ കേസുകൾക്കായി ചെലവഴിച്ചത്. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃകാ അധ്യാപകനായിരുന്നു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച KG സുകുമാരൻ മാസ്റ്റർ ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. മൂന്ന് വർഷത്തോളമായി വൈദ്യുതി സൗകര്യമില്ലാതെ പ്രയാസമനുഭവിച്ചിരുന്ന നിർധന കുടുംബത്തിന് വീട് വൈദ്യുതീകരിച്ച് നൽകി പഴഞ്ഞി MD കോളേജ് NSS വിദ്യാർത്ഥികൾ. കുന്നംകുളം അഞ്ഞൂർ പാലത്ത് താമസിക്കുന്ന രാജേഷിന്റെ വീടാണ് പഴഞ്ഞി MD കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈദ്യുതീകരിച്ചത്. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ താമസം തുടങ്ങിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വൈദ്യുതീകരിക്കാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. കൂലിവേല ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഗൃഹനാഥൻ രാജേഷിന് ഇപ്പോൾ ജോലിയും ഇല്ലാത്ത അവസ്ഥയാണ്. +2 പാസ്സായ മകൾ ആതിരയ്ക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ കാരണം പഠിക്കാനും കഴിഞ്ഞില്ല. സഹോദരൻ അക്ഷയ് കുന്നംകുളത്ത് പക്ഷികളെ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. കുടുംബത്തിന് കൈത്താങ്ങാവുകയായിരുന്നു MD കോളേജിലെ NSS യൂണിറ്റുകൾ. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈദ്യുതീകരിച്ച വീടിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ, വാർഡ് കൗൺസിലർ രജി ബിജു, കോളേജ് ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സ്വാശ്രയ വിഭാഗ മേധാവി ഡോക്ടർ G രാജീവ്, യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രതിനിധി ബ്രഹ്മദത്തൻ, യൂണിയൻ പ്രതിനിധി വിനയ്, NSS വിദ്യാർത്ഥി ലീഡർ അബിയ എന്നിവർ സംസാരിച്ചു. നഗരസഭ ഗവൺമെന്റിന്റെ ഒരു പോളിസിയാണ് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് PMAY പദ്ധതി പ്രകാരം നഗരസഭ അവർക്ക് വീട് അനുവദിച്ചത്. പണി പൂർത്തിയാകുമ്പോഴേക്ക് തന്നെ അവർക്ക് വൈദ്യുതി എത്തിച്ച MD കോളേജിന്റെ NSS വോളണ്ടിയർമാരോടും അതിന്റെ ഭാരവാഹികളോടും പ്രിൻസിപ്പളോടും അതുപോലെ തന്നെ മാനേജർ അച്ഛനോടും എല്ലാം കുന്നംകുളം നഗരസഭയുടെ നന്ദി അറിയിക്കുകയാണ്. TCV കുന്നംകുളം. റോഡ് വികസനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി ചുങ്കത്ത് 32 വർഷം മുൻപ് സ്ഥാപിച്ച മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്മൃതി മണ്ഡപം പൊളിച്ചുമാറ്റി. JCB ഉപയോഗിച്ചാണ് സ്തൂപം പൊളിച്ചുമാറ്റിയത്.
ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI ആനന്ദ്, ചേലക്കര CI T ശശികുമാർ, വടക്കാഞ്ചേരി SI MP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ചെറുതുരുത്തി പൊന്നാനി പാതയുടെ വികസനത്തിന്റെ ഭാഗമായാണ് കോടതി വിധിയെ തുടർന്ന് സ്തൂപം പൊളിച്ചുമാറ്റിയത്. ചേലക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർ KP ഹരിപ്രസാദ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ PM വിനീത് എന്നിവർ നേതൃത്വം നൽകി. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും പല സ്ഥലങ്ങളിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പാർട്ടിക്കാരുടെ സ്തൂപങ്ങൾ ഉണ്ടെന്നും ഇതും മാറ്റാൻ വേണ്ട നടപടികളെടുക്കണമെന്നും വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന് ജർമ്മൻ സർക്കാരിന്റെ സഹായധനമായ 229 കോടി രൂപ ലഭിച്ചിട്ടും റോഡ് പണി സ്തംഭിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുരളി പെരുന്നെല്ലി MLAക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് മുൻ MLA PA മാധവൻ പറഞ്ഞു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വടക്കേക്കാട് വയലത്തൂർ ഞമനങ്ങാട് മനയിൽ വീട്ടിൽ പ്രസാദിനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി S ലിഷ ശിക്ഷിച്ചത്. പിഴത്തുകയിൽ 1 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകുന്നതിനും കോടതി ഉത്തരവായി. 2013 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി പോക്സോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക K ചന്ദ്രൻ, അഡ്വക്കേറ്റ് KN അശ്വതി തുടങ്ങിയവർ കോടതിയിൽ ഹാജരായി. ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി ചോറ്റുപാറ സ്വദേശി. മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ തിരൂർ ചോറ്റുപാറ സ്വദേശി വേളാശ്ശേരി വീട്ടിൽ നിതിൻ ബാബുവാണ് നാടിന്റെ അഭിമാനമായി മാറിയത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറന്റ് ഓഫീസറായ നിതിൻ മഹാരാഷ്ട്രയിലെ ഷീർധിയിൽ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 64ാമത് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് മിന്നുന്ന നേട്ടം കരസ്ഥമാക്കിയത്. ഇനി മുംബൈയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ. ജോലിയോടൊപ്പം ഡൽഹി എയർഫോഴ്സ് ജിമ്മിലാണ് പ്രധാന പരിശീലനം. നാട്ടിൽ അവധിക്കെത്തിയാലും വർക്കൌട്ടിനാണ് പ്രാധാന്യം. നാട്ടിൽ വടക്കാഞ്ചേരി, അത്താണി എന്നിവിടങ്ങളിലെ ജിംനേഷ്യങ്ങളിലാണ് പരിശീലനം. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് തന്റെ കരുത്തെന്ന് നിതിൻ ബാബു പറയുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 30 നമ്മുടെ നാസിക്കിൽ വെച്ച് ചേർന്ന IBBFF മിസ്റ്റർ ഇന്ത്യ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 100+ കാറ്റഗറി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കിട്ടി. ഇനിയിപ്പോൾ ഞാൻ തയ്യാറെടുക്കുന്നത് ഇനി വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിലേക്കാണ്. അത് നടക്കുന്നത് സെപ്റ്റംബർ 20 ഈ പ്രാവശ്യം ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്, മുംബൈയിൽ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. വളരെ നിസ്സാര സമയമുള്ളൂ, 3-3.5 മാസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫുള്ള് പ്രിപ്പറേഷൻ കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. വടക്കാഞ്ചേരി. എടത്തുരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ ഒരാളെ കൂടി കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. SN പുരം ആല സ്വദേശി നെല്ലിപ്പറമ്പത്ത് ബൈജുവാണ് പിടിയിലായത്. എടത്തുരുത്തി കുമ്പളപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദ്, പെരിഞ്ഞനം ചക്കരപ്പാടം കാട്ടുപറമ്പിൽ സെയ്ഫുദ്ദീൻ, എടത്തുരുത്തി എലുവത്തിങ്കൽ ദേവസി എന്നിവരുടെ വീടുകളിലാണ് 3 മാസം മുൻപ് മോഷണം നടന്നത്. കേസിൽ 2 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുലക്കോട് സ്വദേശി ഏഴരക്കുന്നത്ത് രാജേഷിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി R മിനി ശിക്ഷിച്ചത്. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 2 മാസം അധിക തടവ് അനുഭവിക്കണം. കഴിഞ്ഞ വർഷമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ EA സീനത്ത് കോടതിയിൽ ഹാജരായി. പിഴത്തുക ഇരയ്ക്ക് നൽകുവാനും ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ശുപാർശയും വിധിയിൽ ഉത്തരവായിട്ടുണ്ട്. അതേസമയം കോടതിയിൽ നിന്ന് ഇറങ്ങിയോടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവലൂർ സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. കടവലൂർ പടിഞ്ഞാട്ടുമുറി സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ അക്ഷയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരി വസ്തുക്കളുടെ വിൽപ്പന, കൊലപാതക ശ്രമം, അക്രമം ഉൾപ്പെടെ 7ഓളം കേസുകളിൽ പ്രതിയാണ് അക്ഷയ്. റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്കെതിരെ കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
ജില്ലാ കളക്ടർ കാപ്പ നിയമപ്രകാരം 6 മാസം പ്രതിയെ ജയിലിലടയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു. പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, റിജിൻ ദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാള പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി അവലോകന യോഗത്തിലെ തീരുമാനങ്ങളിൽ നടപടി വൈകുന്നു. VR സുനിൽകുമാർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ജൽജീവൻ മിഷൻ പദ്ധതി ഉദ്യോഗസ്ഥരും കരാറുകാരും നടപ്പാക്കിയില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാമെന്ന് ഉറപ്പ് നൽകിയത് പാലിക്കാതെ വന്നതോടെ കത്തിലൂടെയും ഫോണിലൂടെയും ജൽജീവൻ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അറിയിച്ചു. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് വെട്ടിപ്പൊളിച്ച റോഡ് പുനർനിർമ്മിച്ചിട്ടില്ല. മഴക്കാലമായതോടെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. പാഠ്യേതര മേഖലകളിൽ കുട്ടികളുടെ വളർച്ചയ്ക്കായി നവീനമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവ വിജയകരമായി നടപ്പാക്കുകയും ചെയ്തതിന്റെ ചാരിതാർത്ഥ്യവുമായാണ് ആലത്തൂർ ALP സ്കൂൾ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു വെള്ളിയാഴ്ച വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയത്. സൈക്കോ തെറാപ്പിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഈ അധ്യാപകൻ നീണ്ട 32 വർഷത്തെ സേവനത്തിലൂടെ അക്കാദമിക മികവിനൊപ്പം ജീവിത നൈപുണ്യങ്ങളും കുട്ടികളിൽ വളർത്തിയെടുക്കാനാണ് പരിശ്രമിച്ചത്. കുട്ടികളിൽ അച്ചടക്കവും ആത്മവിശ്വാസവും മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംവദിക്കാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ട് ആലത്തൂർ ALP സ്കൂളിൽ നടപ്പാക്കിയ കമാൻഡോ കിഡ്സ് പദ്ധതി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. സംസ്ഥാനത്തെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടി നടപ്പാക്കിയ ഏക വിദ്യാലയമെന്ന ബഹുമതി ആലത്തൂർ ALP സ്കൂളിന് നേടിക്കൊടുത്തത് സന്തോഷ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരും PTA-യും ചേർന്നാണ്. യുനെസ്കോ നിർദ്ദേശിച്ച 10 ജീവിത നൈപുണികൾ വികസിപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള 70 മണിക്കൂർ പരിശീലനമാണ് ഓരോ അധ്യയന വർഷത്തിലും കമാൻഡോ കിഡ്സ് പദ്ധതിയിലൂടെ ഈ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് നൽകി വരുന്നത്. നമ്മുടെ കുട്ടികളിൽ LP സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ യുനെസ്കോ പറയുന്ന ലൈഫ് സ്കിൽ ഉണ്ടാക്കാനുള്ള പരിശീലന പദ്ധതി നമ്മൾ 2018 ആരംഭിച്ചു. കോവിഡിന് ശേഷം നമ്മൾ അത് കമാൻഡോ കിഡ്ന്നുള്ള ഒരു പ്രോജക്റ്റാക്കി മാറ്റി. അവിടെ 70 മണിക്കൂർ കുട്ടികൾക്ക് ലൈഫ് സ്കില്ല്, അവരുടെ വൈകാരിക നിയന്ത്രണം, ഇമോഷണൽ മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനെ പോകുന്ന 10 സബ്ജക്റ്റുകൾ പഠിപ്പിച്ചു. കമാൻഡോ കിഡ്സിന്റെ പരിശീലനത്തിനായി വിദ്യാലയത്തിൽ റൈഡിംഗ് പാർക്കും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളിൽ പാരിസ്ഥിതികാവബോധം വളർത്താൻ ലക്ഷ്യമിട്ട് സന്തോഷ് മാസ്റ്റർ ആവിഷ്കരിച്ച മറ്റൊരു പദ്ധതിയായ വിദ്യാവനവും ഏറെ ശ്രദ്ധേയമാണ്. വനത്തിൽ മാത്രം കാണപ്പെടുന്ന 320ഓളം മരങ്ങൾ വിദ്യാവനത്തിലുണ്ട്. വനം വകുപ്പിന്റെ സഹകരണത്തോടെ സജ്ജമാക്കിയ വിദ്യാവനത്തിൽ ഓരോ മരത്തിനെയും കുറിച്ച് വിശദവിവരങ്ങൾ ലഭ്യമാകുന്ന തരത്തിലുള്ള QR കോഡും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രളയകാലത്തും കോവിഡ് കാലത്തും കുട്ടികളിലും രക്ഷിതാക്കളിലും ഉണ്ടായ ഭീതി, മാനസിക പിരിമുറുക്കം എന്നിവ അകറ്റുന്നതിനായി വിവിധയിടങ്ങളിൽ ക്ലാസുകൾ നയിക്കാനും സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയായ സന്തോഷ് ബാബു നിയോഗിക്കപ്പെട്ടിരുന്നു. കേരള പോലീസ് അക്കാദമിയിലെ ഫാക്കൽറ്റി അംഗമായ സന്തോഷ് ബാബു വനം വകുപ്പിലെയും റവന്യൂ വകുപ്പിലെയും പരിശീലന ക്ലാസുകൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളിലെ SPC യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകർക്കായും പരിശീലന ക്ലാസുകൾ നയിച്ചു. സേവന കാലാവധി അവസാനിക്കാൻ ഇനിയും 2 വർഷം ബാക്കിയുള്ളപ്പോഴാണ് അധ്യാപന രംഗത്ത് നിന്ന് ഈ മാതൃകാ അധ്യാപകൻ വിരമിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് 32 വർഷത്തിൽ ഞാൻ ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങളെ കുറേ കൂടി വിപുലമാക്കാനും സ്കൂളിനെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചുള്ള മോഡേൺ സൈക്കോളജി എന്താണോ പറയുന്നത് അതനുസരിച്ച് കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള പരിശീലനം രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ലൈഫ് സ്കിൽ പരിശീലനം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല മാതൃകയായിട്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. പെരുവനം ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ സോമയാഗത്തിന്റെയും അഗ്നിയാധാനത്തിന്റെയും വിളംബര കർമ്മം നടന്നു. പെരുമ്പടപ്പ് വൈദികൻ ഹൃഷികേശൻ സോമയാജിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പെരുവനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് വിളംബര കർമ്മം നടന്നത്. ചിറക്കേക്കോട് എളങ്ങള്ളൂർ മനയിൽ 2025 ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് യാഗം നടക്കുക. ആരൂർ വാസുദേവൻ അടിതിരിപ്പാടും സോമയാഗത്തിന്റെയും മിഥുൻ വെള്ളാംപറമ്പ് ചിത്രൻ നമ്പൂതിരി അഗ്നി ആധാനത്തിന്റെയും യജമാനന്മാരായിരിക്കും. ഞാൻ സോമയാഗം അടിപ്പടായ ഞാൻ സോമയാഗം നടത്തിത്തരുന്നതിന് വേണ്ടിയിട്ട് ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 17ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. മഖാം സിയാറത്തിന് അബൂബക്കർ സഅദി കക്കടിപ്പുറം, മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ പെരുമറ്റം, മുഹമ്മദ് കോയ അഹ്സനി മമ്പുറം, ഉസ്മാൻ സഖാഫി അൽ അർഷദി കാരക്കാട് എന്നിവർ നേതൃത്വം നൽകി. സ്വാഗത സംഘം ചെയർമാൻ PA അബൂബക്കർ ഹാജി പതാക ഉയർത്തി. ജനറൽ കൺവീനർ PB മൂസ ഹാജി, മഹല്ല് പ്രസിഡന്റ് PMA ഹക്കീം, സെക്രട്ടറി PM മുഹമ്മദ്, മദ്രസ പ്രസിഡന്റ് PT മുഹമ്മദ് അലി, സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഹുസൈൻ ബുറാഖ് എന്നിവർ പങ്കെടുത്തു.
ഞായറാഴ്ച നടക്കുന്ന മൗലീദ് പാരായണത്തിന് മുഹമ്മദ് കോയ അഹ്സനി മമ്പുറം നേതൃത്വം നൽകും. തുടർന്ന് ഭക്ഷണ വിതരണവും നടക്കും. മതിലകം പഞ്ചായത്തിലെ കുടുക്കുവളവ് പ്രദേശത്തെ സൗഹൃദം ജംഗ്ഷൻ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഞായറാഴ്ച നടക്കും. പേരുമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒപ്പിട്ട നിവേദനം മതിലകം പഞ്ചായത്തിന് സമർപ്പിക്കുകയും ആവശ്യം പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. വാർത്താസമ്മേളനത്തിൽ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ VK മുജീബ് റഹ്മാൻ, മധു ചിറയിൽ, ജിത്ത് മണ്ടത്ര, റഹീം പോനാക്കുഴി, ഉണ്ണികൃഷ്ണൻ തായവള്ളിയിൽ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ MLA പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് മുഖ്യാതിഥിയായി. റിസർച്ച് സ്കോളർ ആൻഡ് ട്രെയിനർ സജിത് ശ്രീധർ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ, വിജിത സന്തോഷ്, ഗീതു കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശസ്ത കളരി ഗുരുക്കൾ പത്മശ്രീ C. ശങ്കരനാരായണ മേനോൻ അനുസ്മരണ യോഗം നടന്നു. ചാവക്കാട് വല്ലഭട്ട കളരി അങ്കണത്തിൽ നടന്ന യോഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. ഗുരുപത്നി സൗദാമിനിയമ്മ ഭദ്രദീപം തെളിയിച്ചു. ഗുരുക്കളുടെ ദാരുശില്പ അനാച്ഛാദനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിച്ചു. ദാരുശില്പി എളവള്ളി ജയന്തൻ ആചാര്യയ്ക്ക് വല്ലഭട്ട കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. മോട്ടോർ ഉയർത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ കിണറ്റിൽ വീണയാളെ കുന്നംകുളം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. കടവലൂർ സ്വദേശി കളത്തിൽ വളപ്പിൽ അനിൽകുമാറാണ് കിണറ്റിൽ വീണത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. രക്ഷപ്പെടുത്താൻ നാട്ടുകാർ ഏറെ നേരം ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുകയായിരുന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തൃശൂർ സെന്റ് മേരീസ് ITIയിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. തൃശൂർ ജില്ലാ എക്സൈസ് വിഭാഗം വിമുക്തി കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുട്ടികളും അധ്യാപകരും ചേർന്ന് നടത്തിയ ബൈക്ക് റാലി വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോമോൻ മാങ്ങാട്ടിളയൻ, പ്രിൻസിപ്പൽ റിനിൽ മാളിയേക്കൽ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ സുരേഷ് അരിമ്പൂർ, ഫാദർ ജോൺ പുത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങപ്പുറം മണിഗ്രാമം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ഗിരീഷ് ശർമ്മ കാരാംകുറിശി സഹ ആചാര്യനായി. ജൂൺ 6 സപ്താഹത്തിന് സമാപനമാകും. ജൂൺ 7 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിക്കും. ചിത്രകാരനും ഗ്രന്ഥകർത്താവും അധ്യാപകനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളിയുടെ ശില്പ ചിത്ര ഫോട്ടോഗ്രാഫി പ്രദർശനം മയൂഖം ചാലക്കുടി ചോല ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. 4 ദിവസം നീളുന്ന പ്രദർശനം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വളൂർ അധ്യക്ഷനായി. മുതിർന്ന കലാകാരൻ ദാമോദരൻ നമ്പിടി, സോമൻ അധീന, ചോല ഡയറക്ടർ ജോമോ നാലുക്ക എന്നിവരെ മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് ആദരിച്ചു. ശില്പകലാ ക്യാമ്പിൽ പങ്കെടുത്ത 30 കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൌൺസിലർ VJ ജോണി, സുരേഷ് മുട്ടത്തി, ചിത്രകാരനും ചിത്രകലാ പരിഷത്ത് ജില്ലാ സെക്രട്ടറിയുമായ KS ഹരിദാസ്, കവി സതീഷ് മാമ്പ്ര, ചിത്രകാരൻ സോമൻ അധീന, ജോമോ നാലൂക്ക, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി, ജെയിംസ് പോൾ എന്നിവർ സംസാരിച്ചു. അക്രിലിക് കളർ ഉപയോഗിച്ച് വരച്ച 26 പെയിന്റിങ്ങുകളും അദ്വൈതം എന്ന പേരിൽ 6 ലോഹശില്പങ്ങളും കാനന കാഴ്ചകൾ സബർമതി എന്ന സീരീസിലുള്ള 20 ഫോട്ടോഗ്രാഫുകളുമാണ് പ്രദർശനത്തിലുള്ളത്. മികച്ച പ്രഭാഷകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമാണ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി. ലളിതകല അക്കാദമി അവാർഡും PJ ആന്റണിയുടെ പേരിലുള്ള മികച്ച ടെലിഫിലിമിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചിത്രശില്പങ്ങളിലെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് ഇതര സംസ്ഥാനങ്ങളിലടക്കം ദീർഘദൂര യാത്രകൾ നടത്തുന്നതും ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളിയുടെ പ്രത്യേകതയാണ്. ചിത്രങ്ങൾ പകർത്തുന്നതിന് പശ്ചിമഘട്ട മലനിരകളിലെ സഞ്ചാരം സാഹസികവുമായിരുന്നു. ഇലകൾ നഷ്ടപ്പെടുന്ന മരങ്ങളെ ആസ്പദമാക്കിയ അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങുകളും ജീവൻ തുടിക്കുന്നതാണ്. കലാപ്രദർശനം ജൂൺ 3 സമാപിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള പ്രദർശനം സൗജന്യമാണ്. മുകുന്ദം പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് അനൂപ് കൃഷ്ണൻ കഥയെഴുതി സംവിധാനം ചെയ്ത കൺമഷി എന്ന ഡോക്യു ഫിക്ഷൻ മൂവിയുടെ പ്രദർശനം അബുദാബി ഖലീദിയ റോയൽ സിനിമാസിൽ നടന്നു.
അഞ്ജലി മുകുന്ദം എഴുതി സംഗീതം ചെയ്തിട്ടുള്ള 4 മനോഹര ഗാനങ്ങൾ ഉൾപ്പെടുന്ന കൺമഷിക്ക് വിഷ്ണു ശിവശങ്കർ പശ്ചാത്തല സംഗീതവും ഷിഹാബ് ഓങ്ങല്ലൂർ ഛായാഗ്രഹണവും സച്ചിൻ സതി എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. അനൂപ് കൃഷ്ണൻ, അഞ്ജലി മുകുന്ദം, ജിത്തു മേനോൻ, ജിനോ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി നിരന്തരമായി ഭരണഘടനാ ലംഘനം നടത്തുകയും പൊതുയോഗത്തിന്റെ തീരുമാനങ്ങൾ കാറ്റിൽ പറത്തി ഭരണം തുടരുകയുമാണെന്നാരോപിച്ച് ചേരമാൻ മഹല്ല് ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. കാസിം സുഹരി പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഏകോപന സമിതി ചെയർമാൻ KS ബഷീർ അധ്യക്ഷത വഹിച്ചു. മുൻ മഹല്ല് പ്രസിഡന്റ് VA ഇബ്രാഹിം, മുൻ മഹല്ല് സെക്രട്ടറി KS അബ്ദുൽ ഖാദർ, സുന്നി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി എന്നിവർ സംസാരിച്ചു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ കാദംബരിയും പ്രകൃതി പഠന പരിപാടിയായ ചിൽഡ്രൻ ഫോർ ക്ലീൻ ആൻഡ് ഗ്രീൻ പ്ലാനറ്റ് അംഗങ്ങളും ചേർന്ന് പരിസ്ഥിതി സൗഹൃദ സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA വിതരണോദ്ഘാടനം നടത്തി. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. മഞ്ജു വിശ്വനാഥ്, ചാലക്കുടി മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, കൊടകര പഞ്ചായത്ത് അംഗം MM ഗോപാലൻ, കൊടകര GLPS സ്കൂൾ അധ്യാപിക MK ഗീത എന്നിവർ സംസാരിച്ചു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് ആത്മ സ്കീമിന്റെ ഭാഗമായി മുരിയാട് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ തെങ്ങ് കൃഷി പരിപാലനം എന്ന വിഷയത്തിൽ കേര സെമിനാർ സംഘടിപ്പിച്ചു. കാർഷിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ PV ബെഞ്ചമിൻ ക്ലാസിന് നേതൃത്വം നൽകി. തുടർന്ന് മണ്ണ് പരിശോധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മണ്ണ് പരിശോധനാ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ സംസാരിച്ചു. പടിയൂർ സബർമതി സാംസ്കാരിക വേദി 50ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ജൂൺ 1 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിർധന രോഗികൾക്ക് നൽകിവരുന്ന ചികിത്സാ സഹായം വർദ്ധിപ്പിക്കുക, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, വാർദ്ധക്യത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുക തുടങ്ങിയ കർമ്മ പദ്ധതികളാണ് പടിയൂർ സബർമതി സാംസ്കാരിക വേദി ഈ വർഷം നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാവക്കാട് നഗരസഭാ ഗ്രൗണ്ടിനോട് ചേർന്ന 21ാം വാർഡിൽ താമസിക്കുന്നവർക്ക് നൽകിയ വഴി സഞ്ചാരയോഗ്യമല്ലെന്ന് പരാതി. വിവിധ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാന കോരിയ മാലിന്യവും കെട്ടിടാവശിഷ്ടങ്ങളും കൊണ്ട് വഴി നിറയെ ചെളി നിറഞ്ഞ അവസ്ഥയാണ്. 8 വീടുകളാണ് ഗ്രൗണ്ടിന് സമീപത്തായി ഉള്ളത്. മണ്ണ് കൊണ്ടുവന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് തയ്യൂർ സ്കൂളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സ്കൂൾ പരിസരത്ത് അലക്ഷ്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. സ്കൂളിന്റെ മതിലിനോട് ചേർന്ന വൈദ്യുതി കമ്പികളിൽ സ്പർശിക്കുന്ന മരച്ചില്ലകൾ മുറിച്ചുമാറ്റി. ബൂത്ത് പ്രസിഡന്റ് PH അൻസാർ, ബൂത്ത് സെക്രട്ടറിമാരായ സനൽകുമാർ, CR രഞ്ജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി സെയിന്റ് ലാസേഴ്സ് പള്ളിയിലെ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 110ാം ശ്രാദ്ധം ജൂൺ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജൂൺ 8 ശ്രാദ്ധ ദിനത്തിൽ രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പനയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ശ്രാദ്ധ ഊട്ട് നടക്കും. 15,000-ഓളം പേർക്കാണ് ഇത്തവണ ഊട്ട് തയ്യാറാക്കുന്നത്. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, ജനറൽ കൺവീനർ ലിൻഡോ ചാക്കോ, ബിജു അന്തിക്കാട്ട്, ജോബ് C ആൻഡ്രൂസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ 44ാമത് വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയി മൂത്തേടൻ, നിയോജകമണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ VK സുനിൽകുമാർ, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ജീവജ്വാല ടാലന്റ് ഹണ്ട് സമാപിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് കോർഡിനേറ്റർ KV ജോസ് അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പാദി പൊയ്ത്താടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. തിരക്കഥാകൃത്ത് അഖിലേഷ് തയ്യൂരിന്റെ നേതൃത്വത്തിൽ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് അവതരിപ്പിച്ച പാട്ടും പരിശും എന്ന പരിപാടിയും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. 1.5 പതിറ്റാണ്ടായി നിർമ്മാണം നിലച്ചുകിടക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചജന്യം അനക്സ് മന്ദിരത്തിന് ശാപമോക്ഷമാകുന്നു. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് അനക്സ് മന്ദിരം തുറന്നുകൊടുക്കാനുള്ള ഒരുക്കത്തിൽ ദേവസ്വം. അതിരപ്പള്ളി വൈശ്ശേരിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചു. 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചിട്ടു. മഴക്കാല ശുചീകരണം പാളി. വെള്ളപ്പൊക്ക ഭീതിയിൽ ചേർപ്പ് നിവാസികൾ. കയ്പമംഗലത്ത് 2 വീടുകൾ തകർന്നു. പറപ്പൂക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ CDS അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി 44 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവം. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസും BJPയും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.